അത്രി തന്നാശ്രമം പൂക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ, ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ച ദർഘ്യപാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാനുതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു. ചൊല്ലിഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ, എത്രയം വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാ തപോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജി എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയാ പാദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികെ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞോ മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദൂകുലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർദ്ധ മനസൂയ നൽകിനാൾ. നന്നു പാതിവ്രതമാശ്രിതരാഘവൻ തന്നോടുകൂടി നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയ്ക്കായ്കൊരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനീയകം പൂക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ. യുദ്ധമനുഗ്രഹവും കൊടുത്താധരാൽ ഭർത്തുരഗ്രേ ഗമിക്കെന്നയച്ചീടിനാൻ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത് തുഷ്ടി കലർന്നു തപോധനനിത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിൻമഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരമദ്രി മുനീന്ദ്രവാക്യം കേട്ടു തത്രരത്രൗ വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുൾ ചെയ്തതി ദേവമെന്നാൾ കിളിപ്പൈതലക്കാലമേ. ഇത്യാഥ രാമായണേ ഉമാമഹേശ്വര സംവാദി അയോധ്യാകാന്ഡം സമാപ്തം.